ഹായ് ഫ്രണ്ട്സ്, ഹെൽപ്പ് മീ ലോഡ് എന്നൊരു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. എന്നത്തെയും പോലെ ഇന്നും വളരെ ഈസി ആയിട്ടുള്ള ഒരു ഡിഷുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ 4 മണി പലഹാരമായിട്ടോ ഒക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. ഇത് പലരും ഉണ്ടാക്കുന്നുണ്ടായിരിക്കാം. എങ്കിലും ഇതിന് ഓട്ടയപ്പം എന്ന് പറയാം, അല്ലെങ്കിൽ കുഴിയപ്പം എന്ന് പറയാം. നിങ്ങളുടെ നാട്ടിൽ എന്തുവാ പറയുന്നതെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടോന്നും അറിയില്ല. ഞാൻ ഇതില് ഗോതമ്പ് പൊടി, ഇതിന് 1 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. വളരെ ഈസിയാണ്, ഒരു പാടും ഇല്ല ഇതുണ്ടാക്കാൻ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് കൂടല്ലേ, ഞാൻ എപ്പോഴും പറയുന്നയാ, ഉപ്പ് കൂടരുതേ. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇതെല്ലാം കൂടെ ബാറ്റർ ശരിയാക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് തേങ്ങാപ്പാല്. അതായത് ഇതിന് തേങ്ങാപ്പാലാണ് വേണ്ടത്. ഈ തേങ്ങാപ്പാൽ എന്ന് പറയുന്നത് ഞാനൊരു അരമുറി തേങ്ങ എടുത്തിട്ടില്ല, അതിലും കുറച്ച് തേങ്ങയാ എടുത്തേക്കുന്നത്. അതില് ഈ തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, അത് പാല് നമുക്ക് എളുപ്പം കിട്ടാനായിട്ട് ഇളം ചൂടുവെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ ഇളം ചൂടുവെള്ളം ഒഴിച്ച് മിക്സിയിൽ ഒന്ന് ജസ്റ്റ് കറക്കിയെടുത്ത് പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പാലായത്. അത് ക്ലിയർ ആയോ? ആദ്യം നമുക്ക് ഇതൊക്കെ ഇട്ടില്ലേ, ഇനി ഒന്ന് നല്ലതുപോലെ യോജിപ്പിക്കാം. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കലക്കണം. തേങ്ങാപ്പാലും പിന്നെ വേണ്ടത്, ഞാൻ ഒരു മുട്ടയാണ് എടുത്തേക്കുന്നത്, ഒരു മുട്ട ഫുള്ളേ. ഈ മുട്ടയും തേങ്ങാപ്പാലും പിന്നെ ബാക്കി ബാറ്റർ ശരിയാക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ബാക്കി നമുക്ക് വെള്ളം യൂസ് ചെയ്യാം. ആ പ്രകാരത്തിൽ നമുക്കിത് ബാറ്റർ ശരിയാക്കി എടുക്കണം. ദോശക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു പരുവമില്ലേ, ആ പരുവം. അങ്ങനെ നമുക്കിത് റെഡിയാക്കി എടുക്കാം. തേങ്ങാപ്പാല് തികഞ്ഞില്ലെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചോണേ. നമ്മുടെ ബാറ്റർ ശരിയായിട്ടുണ്ട്. ഒട്ടും കട്ട കെട്ടാതെ നന്നായിട്ട് ഇത് ശരിയാക്കി എടുക്കണം. ഇത് കണ്ടോ, ഇതാണ് പരുവം. അതായത് ഒത്തിരി വെള്ളവുമല്ല, എന്നാൽ ഒത്തിരി കട്ടിയുമില്ല. ഇതായിരിക്കണം പരുവം. ഒത്തിരി വെള്ളം പോലായി നമ്മൾ പാനിൽ ഒഴിക്കുമ്പോഴേ അങ്ങ് ഒഴുകി പോകുന്ന പരുവമാവരുത്, എന്നാലും ഒത്തിരി അങ്ങ് കട്ടിയുമാവരുത്. അത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്കിത് അപ്പം ഉണ്ടാക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് പാൻ നല്ലതുപോലെ ചൂടായിരിക്കുന്ന സമയത്ത് വേണം ഒഴിക്കാൻ. തീ കുറച്ചിട്ട് ഒഴിക്കരുത്, അത് ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ ഇതിന്റെ പേര് തന്നെ കുഴിയപ്പം എന്നല്ലേ, അപ്പൊ ഇതില് നല്ലതുപോലെ കുഴി വരണം. അതാണ് അതിന്റെ മീനിങ്. ഇത് തിരിച്ചിടത്തില്ല, ഈ ഒരു സൈഡ് മാത്രം വേവണം. അങ്ങനെ വേവിച്ചെടുക്കണം. ഇത് എന്തുകൊണ്ടാണ് ഈ കുഴിയപ്പം എന്നൊക്കെ പറയുന്നതെന്ന് അറിയത്തില്ല. ഇങ്ങനെ മണ്ടേ കൂടെ കുഴി വരുന്നുണ്ടൊക്കെ ആയിരിക്കാം. കാരണം ഇതുപോലെ കുഴി പോലെ വരും. എന്നിട്ട് ചെറു തീയിലിട്ട് വേവിക്കണം. കാരണം നമ്മൾ തിരിച്ചിടത്തില്ല, അതുകൊണ്ട് മൊത്തത്തിൽ നല്ലപോലെ വേവണം. നല്ല രുചിയുള്ള ഒരു അപ്പമായത്. കാരണം ഞാനാണെങ്കിൽ പ്രത്യേകിച്ച് കൂട്ടാനൊന്നും ഇല്ലാതെ തന്നെ ഇത് കഴിക്കുന്നത്. അതല്ല, നിങ്ങൾക്ക് എന്ത് കൂട്ടാന്റെ കൂടെ വേണമെങ്കിലും, മീൻകറിയോ വെജിറ്റബിളോ എന്തിന്റെ കൂടെ വേണമെങ്കിലും ഇത് കഴിക്കാം. ഇത് ഒഴിച്ചിട്ട് ലേശം തീ ഒന്ന് കൂട്ടിക്കൊടുക്കുക. കാരണം തീ കൂട്ടിക്കൊടുക്കുമ്പോൾ ഇങ്ങനെ മുകളില് ഇങ്ങനെ വരാൻ വേണ്ടിയാ. അതൊന്ന് വന്നു കഴിഞ്ഞാൽ ഉടൻ നമുക്ക് തീ കുറയ്ക്കാം. ഇനിയിപ്പോ നമുക്ക് തീ ലേശം കുറച്ചു കൊടുക്കാം. ഇനി ഇത് ചെറു തീയിൽ കിടന്ന് വേവണം. സോ നമ്മുടെ കുഴിയപ്പം റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പമായത്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. വളരെ എളുപ്പമല്ലേ, ഒരു ബുദ്ധിമുട്ടും ഇല്ല. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണം. കമന്റ് ഇടാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീണ്ടും ഇതുപോലെ ഒരു ഈസി ഡിഷുമായി ഞാൻ വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലസ് യു.